ആരാടാ ഈ രാത്രിയില്? അറിയില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ, ഞാൻ നോക്കാം. എടാ മോനെ, നന്ദു എന്തി? എന്താ എന്താ ശ്യാമേ, ഈ രാത്രി എന്താ? ഒരു പ്രശ്നമുണ്ട് അച്ഛാ. നന്ദു എവിടെ? ഏട്ടൻ ഉറക്കമായിരിക്കും, ഞാൻ വിളിക്കാം. എന്താടാ ഈ രാത്രിയില്, എന്തു പറ്റി? മച്ചാ, നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? ആകെ പ്രശ്നമാ. നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. എന്താ എന്താ മോനെ, എന്തൊക്കെയാ ഇത്? എടാ, നീ വൈകിട്ട് ചെയ്ത കേസില്ലേ, പെട്ടെന്ന് കൊളാപ്സ് ചെയ്തു. ഇപ്പൊ വെന്റിലേറ്ററില്ല. ആള് പോയെന്നാ കേട്ടെ. അതിന്റെ ഒരു പറ്റം ആൾക്കാർ വന്ന് ഹോസ്പിറ്റലിൽ അടിയും ബഹളവും നടക്കുക. കുറച്ച് പേര് ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്നാ കേട്ടെ. മൊത്തം സീനാണ്. നീ പെട്ടെന്നിറങ്ങ്, പോകാം. എടാ, എന്നിട്ട് അവരെ ഒന്ന് ഇൻഫോം ചെയ്ത പോലും ഇല്ലല്ലോ. ഒരു കോൾ പോലും വന്നില്ല. ദേ ഏട്ടന്റെ ഫോൺ ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ. ചാർജ് തീർന്നോ? എടാ, തർക്കിച്ച് നിൽക്കാൻ സമയമില്ല. അവരെത്തും മുമ്പ് നീ ഇവിടെ നിന്ന് മാറണം. എടാ, അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? ആരൊക്കെയോ വരുന്നുണ്ടേട്ടാ, എനിക്ക് പേടിയാവുന്നു. മോനെ, നീ ഇവിടെ നിൽക്കണ്ട, പിന്നിലൂടെ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ആയേ, അച്ഛനെ കൊണ്ട് നീ അകത്ത് പോ. അനന്തു, നീ അങ്ങോട്ട് മാറി നിൽക്കേ. വാടാ, നോക്കാം. ഹാപ്പി ബർത്ത്ഡേ മച്ചാ, ഹാപ്പി ബർത്ത്ഡേ. ഇത്തവണ നീ ശരിക്കും ഞെട്ടി. ഹാപ്പി ബർത്ത്ഡേ മച്ചാ. കഴിവേറികള്. ഷോ, ഞാനത് ഓർത്തതേ ഇല്ല. ഈ ഫോൺ കൂടെ സ്വിച്ച് ഓഫ് ആയപ്പോ ശരിക്കും പെട്ട്. അതൊക്കെ അനന്തുവിന്റെ പണിയല്ലേ. ഞങ്ങളുടെ സ്വന്തം ദുരന്തർ ഇൻസൈഡ് സ്പൈ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്കിട്ടൊന്ന് പ്രാങ്കിയപ്പോഴേ ഞാനൊന്ന് നോക്കി വെച്ചിരുന്നാ. ഇത്തവണ ഏട്ടനൊന്ന് കിടുങ്ങി. എന്നാലും അനന്തു, യു ബ്രൂട്ടസ്, ഞാനങ്ങ് ശരിക്കും പേടിച്ചു. ഡാ മക്കളെ, നിങ്ങളിങ്ങനെ തുടങ്ങിയ ഞങ്ങൾ ഈ വയസ്സന്മാരൊക്കെ വല്ല അറ്റാക്കം വന്ന് തട്ടിപ്പോവും. വെരി സോറി അങ്കിൾ. അങ്കിൾ ഈ രാത്രി എഴുന്നേറ്റ് വരുമെന്ന് തോന്നിയില്ല. അനന്ത് വന്ന് ഡോറ് തുറക്കാനായിരുന്നു പ്ലാൻ. സോറി അങ്കിൾ വരൂ. ഡേ ശ്യാംബോയ്, നീങ്ങ വന്നേ. ഇങ്ങ് വന്നേടാ, നിനക്കാണ് ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്റെ വക. മച്ചാ, കേക്ക് ഇപ്പോൾ വരും, നീ ഒരു പാട്ടങ്ങിട്. ഇന്ന് ഇവിടെ ആരും ഉറങ്ങുന്നില്ല. എടാ, പാതിരാത്രിയായി, അയലത്തൊക്കെ ആളുണ്ട്, നീ ഒന്നടങ്ങ്. ഡേയ് ബർത്ത്ഡേ ബോയ്, ഞങ്ങൾ പറയുന്ന അനുസരിച്ചാ മതി. അനന്തു, ഒരു അടിപൊളി പാട്ടങ്ങ് പാടറേ. എവരിവൺ ഓൺ ദ ഡാൻസ് ഫ്ലോർ പ്ലീസ്. കാറ്റുമല്ലി, അമ്മ, കനകമല്ലി, ഗുമ്മ, ബക്ഷമല്ലി, കനിമ. കനിമ ആസை பட வச்சா அல்ல விழ வச்சானே மாப்ளே. ஓலா இருமச்சா ஆட்டா வர வச்சானே உன்னதானே. மயிலாட்டம் மலர்குடை மாமனுக்கா. பாரா பூவாரா கேசிரா எந்திரா எந்தெற்றியிலே நல்ல வட்டம் பட்சமனோ சுர வட்டம் ஒட்டு மொத்த தென்ம வட்டம் ஒசை கட்டி பந்தோதை கட்டி. கனிமா ஆத்தி சந்தன கட்ட ஆட்ட மந்தன கட்ட பாட்ட வெச்சிடு பத்தாசே பாட்ட பலட நம்ம ராஜ வெள்ளட ரிட்ட நம்மோட ஹே சே 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 சே. ஒட்டு மொத்த தென்ம வட்டம் Kanima. Yenduvide dumma, mereduvide gumma, mereduvide yamma, davu 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 thandane 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 thandane. അച്ഛനെന്ന് ഊണ് കഴിഞ്ഞ് കിടന്നില്ലേ? എന്താ ആലോചിക്കുന്നേ? എന്തോ ഉറക്കം വന്നില്ല. ഓരോന്ന് ചിന്തിച്ച് കുറേ നേരം കിടന്നു. എന്തു പറ്റി?
കേസിനെ പറ്റി ഓർത്തിട്ടാണോ? ഓ, അതിനി എന്തായാലെന്താ. ഞാൻ നന്ദുവിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ പറ്റി ഓർക്കായിരുന്നു. അവരെല്ലാം കൂടി രാത്രി വന്നതും ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതും. എന്താ നിങ്ങളെന്നെ പറയാ? ഓ അതോ, പ്രാങ്ക്. ആ, പ്രാങ്ക്. ഓ, വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി. നാവിൽ ഗുളിക നിന്ന സമയം. ശരിക്കും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞതെല്ലാം അതുപോലെ വലിക്കുമെന്ന് അന്നാരും കരുതിയില്ലല്ലോ അച്ഛാ. ഇപ്പൊ ഓർക്കുമ്പോൾ പേടി തോന്നുന്നു. വരാൻ പോകുന്ന ദുരന്തങ്ങളെപ്പറ്റി ആരോ പ്രവചിച്ച പോലെ. വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. ആ, വാവേന്തിയെ ഉറക്കമാണോ? രാവിലെ മുഴുവൻ കരച്ചിലും നിർബന്ധവുമായിരുന്നു. ഇപ്പൊ ഒന്ന് മയങ്ങി. ആ മോളെ, ആ വിളക്ക് അങ്ങനല്ല വെക്കേണ്ടത്. ഞാനിത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാണ്. അങ്കിള് ഇന്ന് കോടതി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ അറിയിച്ചിരുന്നതാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ശ്യാം, എനിക്ക് കഴിയില്ല. വീണ്ടും അതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യ. മായേ, ദേ വാവ ഉണർന്നിട്ടുണ്ട്. ആ, മിസ്റ്റർ നോൺസ്റ്റഡാമസ് ഇന്ന് ഫുൾ യൂണിഫോമിലാണല്ലോ. എന്തായി കേസിന്റെ കാര്യങ്ങൾ? ഇന്ന് ജഡ്ജിമെൻ്റ് വന്നു. ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ആ 7 പേരിൽ 5 പേരെയും ശിക്ഷിച്ചു. 2 കൊല്ലം വീതം കഠിന തടവ്. 2 പേരെ വെറുതെ വിട്ടു. വെറുതെ വിട്ടോ? എന്തേ? നിന്റെ കരുനാക്കൊണ്ട് വാദിച്ചിട്ട് അങ്ങോട്ടൊന്നും ഒത്തില്ലേ? അതിലൊരുത്തൻ മൈനറായിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ അക്രമം നടക്കുമ്പോൾ അവന് 18 തികഞ്ഞിട്ടില്ല. ആ കൊച്ചിറക്കൻ, അവനായിരുന്നു ഏറ്റവും വയലന്റ്. അനുസസിന്റെ തലയടിച്ച് പൊട്ടിച്ചവനാണ്. എന്നിട്ടും ഒരു കോപ്പില നിയമം. പിന്നെ ആ വകയിലെ അമ്മാവൻ, ആ ചാനലിലൊക്കെ കയറി പ്രസംഗിച്ചവൻ, അയാൾക്കെതിരെയുള്ള തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പോലും. ആ പേഷ്യൻ്റ് ഹൈ റിസ്ക് എന്നും പറഞ്ഞ് എത്ര ഹോസ്പിറ്റൽ തള്ളിയ കേസായിരുന്നു അറിയോ നിനക്ക്? എല്ലാ കോംപ്ലിക്കേഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് ഫുൾ റിട്ടൺ കൺസെൻ്റ് എടുത്ത് ചെയ്ത സർജറിയാണ്. ഇതൊക്കെ ആരോട് പറയാൻ? പക്ഷേ ഞാനങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫുൾ ജഡ്ജ്മെൻ്റ് വരട്ടെ, നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാം. മതി ശ്യാമേ, നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്തിനാ ഈ കേസും കൂട്ടമൊക്കെ? ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്നും വലിയ സപ്പോർട്ടൊന്നുമില്ല. അവർ പുതിയ ഡോക്ടറെ എടുത്തല്ലോ. ഈ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. അത്രയെങ്കിലും എനിക്ക് ചെയ്താലേ പറ്റൂ. ഫീസൊന്നും ചോദിക്കല്ലേടാ. ഇവിടെ കാര്യങ്ങളൊക്കെ അല്പം ടൈറ്റാ. ആശുപത്രി തകർത്തവർക്ക് ആ ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അവരെക്കാളുമൊക്കെ ഞങ്ങളെ തകർത്തു കളഞ്ഞത് ഈ പത്രങ്ങളും ചാനലുകളുമാണ്. മീഡിയ വാച്ച് ഡോഗ്സ്. എന്തൊക്കെയാണ് ഏട്ടനെ കുറിച്ച് എഴുതിയതും പറഞ്ഞതും. എന്തോരം കരിവാരി തീച്ചു. ദ്രോഹികള്. നമസ്കാരം. തുളുനാടൻ തൊഴിലാളിക്ക് സ്വാഗതം. ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത് തുടർക്കഥയാവുകയാണ്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ വെച്ച് വിലപേശാൻ ഡോക്ടർമാർക്ക് ആരാണ് അധികാരം നൽകിയത്? മർമ്മ ന്യൂസ് ഇന്ന് പോകുന്നത് കൊല്ലത്തേക്കാണ്. അതീവ ഗുരുതരമായ ഒരു ചികിത്സാ പിഴവ്. ഒരു കുരുന്നിന്റെ ജീവനെടുത്ത ഞെട്ടിക്കുന്ന വാർത്തയാണ് മറ്റു ചാനലുകൾക്കെല്ലാം മുമ്പേ ഞങ്ങൾ ഒരു ബ്രേക്കിംഗ് ന്യൂസായി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. നമസ്കാരം, ആർ.എ. ജന്തുവാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണണം. മാക്സിമം ഷെയർ ചെയ്യണം. കൊല്ലത്തെ ABC ഹോസ്പിറ്റൽ എന്ന കൊള്ള സംഗതിയെക്കുറിച്ചാണ് ഈ വീഡിയോ. മെഡിക്കൽ കോളേജുകളിൽ മാത്രം ചെയ്യുന്ന ഈ സങ്കീർണ ശസ്ത്രക്രിയ എന്തിനാണ് സ്വകാര്യ ആശുപത്രികൾ ചെയ്തത്? ഡോക്ടർമാർ എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാലും ഇത് ഒരു കൊലപാതകം തന്നെ എന്ന കാര്യത്തിൽ മർമ്മ ന്യൂസിന് യാതൊരു സംശയവും. ടിബിയ, അതായത് കാലിന്റെ അസ്ഥിയിലെ ചെറിയൊരു സ്ക്രാച്ച്. ഇതുമായി പ്രശസ്ത ഓർത്തോപീഡിഷ്യന്റെ അടുത്ത് എത്തിയതാണ്. ഒരു ചെറിയ ബാൻഡേജിൽ ചുറ്റിയാൽ തീരുമായിരുന്ന ഈ അസുഖത്തിന് ആ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു. എല്ലാ കോംപ്ലിക്കേഷൻസും മുൻകൂട്ടി പറഞ്ഞിരുന്നുവെന്ന് ഡോക്ടർ അവകാശപ്പെടുന്നു. പക്ഷേ നമുക്കത് വിശ്വസനീയമായി തോന്നുന്നില്ല. ഈ വെള്ളക്കോട്ടിനുള്ള നരാധമന്മാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ പറ്റൂ. എത്ര ശരീരങ്ങൾ അവരിതുപോലെ കീറി മുറിച്ചിട്ടുണ്ടാവും. എത്ര പാവങ്ങളെ അവരിതുപോലെ കൊന്നിട്ടുണ്ടാവും. പറയുന്ന വാക്കിൽ വിഷമുണ്ട്, ചിരിക്കുന്ന മുഖത്തിൽ മായമുണ്ട്. കാണുന്ന കണ്ണുകൾ എന്റേതല്ല,
ഞാനാണ് വർത്തമാനം, ഞാനാണ് സത്യം, ഞാനാണ് സംശയം, ഞാനാണ് ലോകം കാണുന്ന കണ്ണാടി. പക്ഷേ ആ കണ്ണാടിക്കുള്ളിൽ നീ കാണുന്നത് ഞാൻ കാണിക്കുന്നത്. ഞാൻ മാധ്യമനാഗം, മനസ്സുകൾ ചുറ്റും നാഗം, കരിമ്പാമ്പും വെളുപ്പാമ്പും ഒരേ ശരീരത്തിൽ നാഗം. സത്യമോ പൊള്ളയോ ആരറിയും ഇന്നി ലോകം. ഞാൻ പറയുന്ന കഥയാണ് നാളെ ചരിത്രമാകുന്നത്. സ്ക്രോൾ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, വിശ്വസിക്കൂ, കണ്ടോ കേട്ടോ വീണ്ടും കേട്ടോ, 100 വട്ടം പറഞ്ഞാൽ പൊള്ളയും സത്യമാവും. ലോകത്തിലും ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നിന്റെ കയ്യിലെ ചെറിയ കണ്ണാടി. നീ നോക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കുന്നു. കൊള്ളുവാ പാടൂ, നാഗം വന്നു. ആരുടെ നാഗം? മാധ്യമനാഗം. എന്തിന്റെ നാഗം? മായയുടെ നാഗം. എന്ത് വിഷം? അർദ്ധസത്യം. എന്ത് വിഷം? വളച്ചൊടിച്ച വസ്തുത. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാലും പൊര കത്തിയാലും നാടി മുടിഞ്ഞാലും എനിക്കെത്ര റേറ്റിംഗ് കിട്ടും, എനിക്കെത്ര ലൈക്സ് കിട്ടുമെന്ന് മാത്രം നോക്കുന്ന കുറെ ശവന്തീനികൾ. കുറേയൊക്കെ നമ്മൾ ഫ്ലാഗ് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. പിന്നെ 2 ഡീഫമേഷൻ കേസുകൾ പെൻഡിങ് ആണല്ലോ. അതും താമസിക്കാതെ വരും. കടന്നൽക്കൂട്ടം പോലെ ഇളകി വരുമ്പോ എത്ര എണ്ണത്തിനെതിരെ കേസ് കൊടുക്കും? ശ്യാമിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പോവാനുള്ളതൊക്കെ പോയില്ലേ, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പീലിൻ്റെ പേപ്പേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യണം. ഫൈനൽ ജഡ്ജ്മെൻറ്റ് കിട്ടുമ്പോൾ കോപ്പി എത്തിക്കാം. 5 എണ്ണത്തെ ഞാൻ പൂട്ടിയിടാം മച്ചാ. ബാക്കിയുള്ളവന് ഞാൻ പണി കൊടുക്കും. പോട്ടടാ മച്ചാ. ആ പാവം ശ്യാമുള്ളതുകൊണ്ട് കേസ് ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇല്ലെങ്കിൽ ഇതിനുള്ള ചെലവും കൂടെ നമ്മൾ എങ്ങനെ കണ്ടെത്തിയേനെ? Meet Mr. Anandu Narayanan, the badminton university champion, the most promising player of the tournament, the upcoming star. ഹോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. പൊളി പൊളി. മേടക്കൻ, ഇനി വന്നേ, വാ. എനിക്കാണ് ട്രോഫി കിട്ടേണ്ടത്. ഈ കഴുതയെ എന്നും കുത്തി ഉണർത്തി കോച്ചിങ് കൊടുത്തതിന്. സൂപ്പർ ഫംഗ്ഷൻ ആയിരുന്നു. മന്ത്രിയും MLAയും പിന്നെ മുഴുവൻ സ്റ്റാഫും സ്റ്റുഡൻസും എല്ലാം നല്ല ഓളമായിരുന്നു. ചേച്ചിക്കെങ്കിലും ഒന്ന് വരാമായിരുന്നു. ആ ബഹളത്തിന്റെ ഇടയ്ക്ക് വാവയും കൊണ്ട് എങ്ങനെയാനന്ദു? കിടിലൻ ട്രോഫി അല്ലേ? ഏട്ടന്റെ ട്രോഫിയേക്കാൾ വലുതാ, തർക്കിക്കണ്ട. ഞാനേ വാവയെ ഒന്ന് കാണിക്കട്ടെ. കുഞ്ഞാറ്റേ. ഇതുകൊണ്ട് ഷട്ടിൽ കോക്ക് അടിച്ചതിൽ കൂടുതൽ അവന്റെ ചന്തി കടിച്ചിട്ടുണ്ട് കഴുത. പക്ഷെ മിടുക്കനാ കേട്ടോ. ഞാനും പോകേണ്ടതായിരുന്നു അവന്റെ ഫംഗ്ഷന്. അവിടെ ഫ്രണ്ട് റോയിലിരുന്ന് വിസിലടിക്കാൻ, ട്രോഫിയും കൊണ്ടുപോകാൻ വരുമ്പോൾ കുനിച്ച് നിർത്തി 2 ഇടി കൊടുക്കാൻ, സെൽഫി എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ, അങ്ങനെ അങ്ങനെ. ആ മോളെ, ആ വിളക്ക് അങ്ങനല്ല, അത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് മൊത്തമായിട്ട് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കാം. വാ.
വാവ എണീറ്റു എന്ന് തോന്നുന്നു. പറ്റിപ്പോയി. മനസ്സൊന്ന് പാളിപ്പോയി. മിടുമിടുക്കനെന്നും മോഡൽ സ്റ്റുഡൻ്റ് എന്നും ഗോൾഡ് മെഡലിസ്റ്റുമെന്നും മാത്രം കേട്ട് ശീലിച്ച മനസ്സ് കുറ്റവാളിയെന്നും കൊലപാതകിയെന്നും നരാധവനുമെന്നൊക്കെ കേട്ടപ്പോൾ പതറിപ്പോയി. പണത്തിനോട് ആർത്തിയെന്നും നെറിയില്ലാത്തവനുമെന്നും മീഡിയ ചുറ്റും നിന്ന് അലറി വിളിച്ചപ്പോൾ കടിഞ്ഞാൻ വിട്ടുപോയി. ഒരു നിമിഷത്തെ ആവേശത്തിൽ ഒരു മുഴം കയറിൽ വേണ്ടായിരുന്നു. ഞാനിങ്ങ് ഒത്തിരി ദൂരത്തായിപ്പോയി. ഏട്ടാ, ഇത് ഏട്ടനുള്ളതാണ്. ഈ കുഴി മടിയനെ ഇവിടം വരെ എത്തിച്ചതിന്, വലിയ സ്വപ്നങ്ങൾ കാണാൻ ഈ കഴുതയെ പഠിപ്പിച്ചതിന്. അടുത്ത മാസം നാഷണൽസിന്റെ സെലക്ഷൻസ് ആണ്. എന്റെ ഏട്ടന് വേണ്ടി ഞാൻ അതും നേടും. ഇതെന്റെ വാക്ക്. വേണ്ടായിരുന്നു ഏട്ടാ, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു. കരയിക്കല്ലടാ കഴുതേ. ഷിറ്റ്, നമ്മളില്ലാണ്ടായാലൊക്കെ നഷ്ടപ്പെടുന്ന ഇവരൊക്കെ മാത്രമാണെന്ന് തിരിച്ചറിയാതെ പോയി. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. നിങ്ങൾക്കറിയാമോ, എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് എടുത്തിട്ട് പോലുമില്ല. മാപ്പ്, എല്ലാവരോടും മാപ്പ്. ദൈവമേ, ഈ കണ്ട പത്രവും ചാനലുമെല്ലാം 2-3 ദിവസത്തെ കുരക്കലേ ഉള്ളൂ. ഇന്നത്തെ പത്രം നാളത്തെ ആക്രി. അന്നത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഞാനിവിടെ തനിച്ചല്ല കേട്ടോ. ഒത്തിരി ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. രോഹിത് ഉണ്ട്, സത്യമുണ്ട്, പിന്നെ അർച്ചന ശർമ്മ, പായൽ, രുചിക, അങ്ങനെ കുറേ പേർ. എന്നെപ്പോലെ ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് ഒത്തിരി പേരെ കണ്ണീരിലാർത്തിയവർ. ഞങ്ങളുടെ ഈ നിര ഇനിയും നീളാതിരിക്കട്ടെ. വരും തലമുറയ്ക്കെങ്കിലും കൂടുതൽ ആത്മധൈര്യമുണ്ടാകട്ടെ. ആരൊക്കെ പരിഹസിച്ചാലും കൂകി വിളിച്ചാലും കല്ലെറിഞ്ഞാലും സ്വന്തം ശരികളുടെ അപാരമായ ധൈര്യത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ചു കാണിക്കാൻ നിങ്ങൾക്കോരോരുത്തർക്കും എന്നും എപ്പോഴും കഴിയുമാറാകട്ടെ.